നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ട് സമഗ്ര കർമ്മ പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സുരക്ഷാ മിത്രം കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കും. നൂറനാട്ട് അതിക്രമത്തിനിരയായ കുട്ടിയെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഭാഗ്യചിഹ്നം. ഓഗസ്റ്റ് 30 പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി ജലോത്സവം. മാവേലിക്കരയിൽ കീച്ചേരിക്കടവ് പാലത്തിന്റെ വാർപ്പിനിടെ ഉണ്ടായ അപകടം. എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. കരാറുകാരനെ കരിം പട്ടികയിൽ ഉൾപ്പെടുത്തി. പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. തങ്ങളുടെ പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കമിടുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സുരക്ഷാ മിത്രം കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. ഇതേസമയം നൂറനാട്ട് രണ്ടാനമ്മയുടെ അതിക്രമത്തിനിരയായ കുട്ടിയെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള സമഗ്ര കർമ്മ പദ്ധതിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നൂറിനാട് ഹിദായത്തുൽ ഇസ്ലാം LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി നേരിട്ട ദുരനുഭവം നമ്മുടെയെല്ലാം മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നാണ്. സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും പീഡനത്തെക്കുറിച്ച് അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ചത് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറത്തറിയാൻ കാരണം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കം ഇടുകയാണ്. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് അബിക്കാട്ടു കുളങ്കരയിലെ ഹിദായത്തുൽ ഇസ്ലാം LP സ്കൂളിലെ ഒരു 4ാം ക്ലാസ്സുകാരി നേരിടേണ്ടി വന്ന ദുരനുഭവം നമ്മുടെ എല്ലാം മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നാണ്. സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും പീഡനത്തെക്കുറിച്ച് അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു ഉറപ്പിക്കില്ല. ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇടപെടുന്നത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു ഉറപ്പിക്കില്ല. ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇടപെടുന്നത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തും. ഞാൻ കുട്ടിയെ സന്ദർശിച്ചിരുന്നു. വിദ്യാഭ്യാസ ഡയറക്ടറും MLA എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് പ്രയാസം, എല്ലാം ഞാൻ പറയുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകുന്ന കർമ്മ പദ്ധതിയാണ് സുരക്ഷാ മിത്രം. പദ്ധതിയിലൂടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു കർമ്മ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ്. സുരക്ഷാ മിത്രമെന്നാണ് കർമ്മ പദ്ധതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ചെങ്കിലും പുറകോട്ട് മാറുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഇടപെടുന്നു, എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് പരാതികളും ദുരനുഭവങ്ങളും രഹസ്യമായി രേഖപ്പെടുത്താൻ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. ഇത് പ്രഥമാധ്യാപകന്റെയോ പ്രഥമാധ്യാപികയുടെയോ ചുമതലയിലായിരിക്കും.
ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും. ഡയറി എഴുത്ത്, 0 അവർ പോലുള്ള ആശയങ്ങളിലൂടെ കുട്ടികൾക്ക് അധ്യാപകരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അധ്യാപകരുടെ പങ്ക് കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും. ഡയറി എഴുത്ത്, 0 അവർ പോലുള്ള ആശയങ്ങളിലൂടെ കുട്ടികളുടെ അധ്യാപകരുമായി മനസ്സോട് സംസാരിക്കാൻ അവസരം നൽകും. ഇതേസമയം രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും പീഡനമേറ്റ 4ാം ക്ലാസ്സുകാരിയെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. MS അരുൺകുമാർ MLA ഉൾപ്പെടെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വാഹനത്തിലും മതിലിലും ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശൂരനാട് പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടം. മൂലത്തറയിൽ ഷാജഹാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റിയ ഏജൻസീസ് എന്ന സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഡിസ്പ്ലേക്ക് നിർത്തിയിട്ടിരുന്ന കാറിൽ അമിത വേഗതയിൽ വന്ന മറ്റൊരു കാർ ഇടിച്ചതിനു ശേഷം സമീപത്തെ മതിലും ഇടിച്ചു തകർത്ത് നിർത്താതെ പോവുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. സംഭവത്തിൽ ഉടമ ഷാജഹാൻ ശൂരനാട് പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ഉടമ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മദ്യലഹരിയിൽ ഒഡീഷ സ്വദേശിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ റിമാൻഡിൽ. ഓച്ചിറ ക്ലാപ്പന സ്വദേശി പ്രദീപിനെയാണ് റിമാൻഡ് ചെയ്തത്. ഒഡീഷ സ്വദേശി പ്രേമാനന്ദിനെയാണ് പ്രദീപ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റത്തിനിടെ ഒഡീഷ സ്വദേശിയായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഒരാളെ റിമാൻഡ് ചെയ്തത്. ഓച്ചിറ ക്ലാപ്പന വടക്ക് പുതുമംഗലത്ത് വീട്ടിൽ 42കാരനായ പ്രദീപിനെയാണ് റിമാൻഡ് ചെയ്തത്. ഒഡീഷ സ്വദേശി പ്രേമാനന്ദിന് ബുധനാഴ്ച വൈകിട്ടാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ഇയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രേമാനന്ദ് താമസിക്കുന്ന വീട്ടിൽ ഇവർ ഒത്തുകൂടി മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. തുടർന്ന് ചില്ല് ഗ്ലാസ് പൊട്ടിച്ച് പ്രേമാനന്ദിന്റെ തലയ്ക്ക് പിന്നിലും ചെവിയിലും കുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം. ഓഗസ്റ്റ് 30-ന് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത്. ആഗസ്റ്റ് 30-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. മന്ത്രി വീണ ജോർജും നടൻ കാളിദാസ് ജയറാമും ചേർന്നാണ് ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തത്. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. തോമസ് കെ തോമസ് MLA മുഖ്യാതിഥിയായി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. ആലപ്പുഴ വട്ടയാൽ സ്വദേശി കാക്കരിയിൽ S അനുപമയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച 166 എൻട്രികളിൽ നിന്നാണ് അനുപമ തയ്യാറാക്കിയ കാക്കത്തമ്പുരാട്ടിയെ തിരഞ്ഞെടുത്തത്. B.Ed ബിരുദധാരിയാണ് S അനുപമ. മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപകരായ VD ബിനോയി, KA ഷാക്കിർ, ആർട്ടിസ്റ്റ് സതീഷ് വാഴവേലിൽ എന്നിവരടങ്ങുന്ന പാനലാണ് ഭാഗ്യചിഹ്നം തിരഞ്ഞെടുത്തത്. NDBR കമ്മിറ്റി നൽകുന്ന 10,001 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അനുപമയ്ക്ക് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചക്കുവള്ളിക്ക് സമീപം ആക്രിക്കടയിൽ വീണ്ടും മോഷണം. ചക്കുവള്ളി പുതിയകാവ് റോഡിൽ KCT ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഷാജിയുടെ ആക്രിക്കടയിലാണ് മോഷണം നടന്നത്. 40,000-ത്തിലധികം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. ചക്കുവള്ളിക്ക് സമീപമാണ് ആക്രിക്കടയിൽ മോഷണം നടന്നത്. ചക്കുവള്ളി പുതിയകാവ് റോഡിൽ KCT ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിലായിരുന്നു മോഷണം. 40,000-ത്തിലധികം രൂപയുടെ സാധനങ്ങൾ മോഷ്ടാവ് കവർന്നു. സംഭവത്തിൽ ഉടമ ശൂരനാട് പോലീസിൽ പരാതി നൽകി. ദിവസങ്ങൾക്ക് മുമ്പ് ചക്കുവള്ളി മയ്യത്തുങ്കരയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഷാനിന്റെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയിലും മോഷണം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിനുമെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലവും കത്തിച്ചു. CPM കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിനുമെതിരെയാണ് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലവും കത്തിച്ചു. കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം CPM കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ മനക്കൽ ഉദ്ഘാടനം ചെയ്തു. B സജീവൻ, D മുരളീധരൻപിള്ള, NC ശ്രീകുമാർ, E ഷഫീഖ്, PN മുത്തുകൃഷ്ണൻ, P സത്യൻ, J സോമൻ, അലക്സ് ജോർജ്, സുപ്രഭ പ്രസന്നൻ, അമൃത ശിവൻ, അനശ്വര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാവേലിക്കരയിൽ കീച്ചേരിക്കടവ് പാലത്തിന്റെ വാർപ്പിനിടെ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ച സംഭവം. എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. മാവേലിക്കരയിൽ ചെട്ടികുളങ്ങര, ചെന്നിത്തല പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കീച്ചേരിക്കടവ് പാലത്തിൽ നിർമ്മാണത്തിനുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ച സംഭവത്തിലാണ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തത്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായി. പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് സംഭവത്തിൽ പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന പൊതുമരാമത്ത് പാല വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച പഠനോപകരണങ്ങൾ കൈമാറി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്രം പദ്ധതിയിലേക്കാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. മയ്യനാട് വെള്ളമണൽ GHSSലെ NSS SFU 13ന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ സമാഹരിച്ചത്. മയ്യനാട് വെള്ളമണൽ GHSSലെ NSS SFU 13ന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ സമാഹരിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്രം പദ്ധതിയിലേക്ക് കൈമാറിയത്. തെളിമ പദ്ധതി പ്രകാരമാണ് പഠനോപകരണങ്ങൾ സമാഹരിച്ചത്. M നൌഷാദ് MLA പഠനോപകരണങ്ങൾ കൈമാറുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് തങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി എല്ലാ സ്കൂളിൽ നിന്നും ഇത് കളക്ട് ചെയ്യുക, അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തി അവരെ പഠനത്തിന് സഹായിക്കുന്ന തെളിമ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പഠനമിത്രമാണ്. PTA പ്രസിഡന്റ് സജി J സാമുവൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സെൽവി S മുഖ്യപ്രഭാഷണം നടത്തി. ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് D ഷൈൻദേവ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ബിന്ദു AM, പഞ്ചായത്ത് അംഗം മയ്യനാട് സുനിൽ, വെള്ളമണൽ GHSS പ്രഥമാധ്യാപിക ഫാമില S, സ്റ്റാഫ് സെക്രട്ടറി എൽവീന, NSS പ്രോഗ്രാം ഓഫീസർ താഹിറ S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കും വിധമാണ് ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗമിക്കേണ്ടതെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിൽ ജില്ലാതല ശാസ്ത്ര ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ യുവജന ക്ഷേമ ബോർഡാണ് ക്വിസ് സംഘടിപ്പിച്ചത്. ശാസ്ത്രമേഖലയിൽ അനുദിനം സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും ഇത്തരം ഉദ്യമങ്ങൾ സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1 നൂറ്റാണ്ടിലായി ലോകം മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങൾ മുതൽ ഇന്നത്തെ നിർമ്മിത ബുദ്ധി വരെ മനുഷ്യ കേന്ദ്രീകൃതമാക്കുകയാണ് ശാസ്ത്രത്തിന്റെ ദൗത്യമെന്നും മന്ത്രി KN ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. രാവിലെ 9:10 മണിന്നാണ് പറഞ്ഞത്. പക്ഷെ പനവേലിയിലുള്ള അപകട സ്ഥലത്തൊന്ന് പോയത് മരണം ഉണ്ടായിട്ട് പോകേണ്ടത് ഞാൻ താമസിച്ചു. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ എല്ലാ നിയോജകമണ്ഡലത്തിൽ നിന്നും ഓരോ ടീമാണല്ലേ, അത്രയും ടീമുകളുടെ ക്വിസ് മത്സരം നടന്നു. ശാസ്ത്ര ക്വിസാണ്. ശാസ്ത്രത്തിന്റെ പ്രാധാന്യം നല്ലതുപോലെ അറിയുന്ന പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വിസ്
അംഗങ്ങളെന്ന നിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഉള്ളവരായിരുന്നു. കാരണം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾ അനുദിനം നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നവരും ശാസ്ത്ര മേഖലയിലെ കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നവരും എന്ന നിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും. അപ്പോൾ ഭാവിയിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും നടക്കുക. നമുക്ക് ടെലിഫോൺ എന്ന് പറയുന്ന സമ്പ്രദായം പണ്ടൊരു അത്ഭുതമായിരുന്നെങ്കിൽ ഇന്നിപ്പോ മനുഷ്യന്റെ കാള വലിക്കുന്ന അല്ലെങ്കിൽ കുതിര വലിക്കുന്ന വണ്ടിക്ക് പകരം യന്ത്രം കൊണ്ടുള്ള വണ്ടി ഒരു സ്വപ്നമായിരുന്നു. ഇതൊക്കെ വലിയ അകലമൊന്നുമല്ല, 100 വർഷമൊന്നും ആയിട്ടില്ല ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും സാർവത്രികമായിട്ട്. ഇപ്പം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലിയും ഏകദേശം ചെയ്യാവുന്ന ഈ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വരിക. ശാസ്ത്ര ക്വിസ് മത്സരത്തിൽ ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ AS അഭിനവ്, MS വർഷ എന്നിവർ 1ാം സ്ഥാനം നേടി. KS പുരം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നിരൺമയ ഉണ്ണിത്താൻ, 8ാം ക്ലാസ് വിദ്യാർത്ഥി M ആരോമൽ എന്നിവർ 2ാം സ്ഥാനം നേടി. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ S ഷബീർ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രഞ്ജിത്ത്, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ BS ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തങ്ങളുടെ പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി K രാജൻ. ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ബോധപൂർവം തീരുമാനിക്കുന്ന കേന്ദ്ര നയങ്ങൾക്ക് അടിമപ്പെടില്ലെന്ന് മന്ത്രി K രാജൻ. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത കേന്ദ്രഭരണമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്തങ്ങൾക്ക് പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടേതല്ലാത്ത രാഷ്ട്രീയ നിലപാടുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും വായനശാല പ്രവർത്തകനുമായിരുന്ന G പരമേശ്വരൻ നായരുടെ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭരണകൂടം നേതൃത്വം നൽകുന്ന ഭീകരവാദത്തിന്റെ ഇരകളായി നമ്മളെ മാറ്റാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി നടന്നു വരികയാണ്. രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന അടയാളങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ഭരണഘടന എന്ന പവിത്രമായിട്ടുള്ള നമ്മുടെ നിലപാട് തറയാണ്. ഡോക്ടർ BR അംബേദ്കർ മുതൽ മലയാളിയായിട്ടുള്ള ദാക്ഷായണി വേലായുധനടക്കം 265 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ അവരുടെ ദീർഘമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടന മാതാവെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ആ ഭരണഘടനയുടെ ആത്മാവിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭരണരീതികളിൽ നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടമെത്തിയിരിക്കുന്നു. നൂറനാട് എരുമക്കുഴിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ GP നായർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് R രാജേഷ് അധ്യക്ഷത വഹിച്ചു. GP നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവജീവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. CPI ജില്ലാ സെക്രട്ടറി S സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CA അരുൺകുമാർ, M മുഹമ്മദ് അലി, നൌഷാദ് അസീസ്, അനു ശിവൻ, PR കൃഷ്ണൻ നായർ, ഗോപാലകൃഷ്ണൻ നായർ, P തുളസീധരൻ, J സജീവ്, MG ശരത്ചന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, അജയ് ഘോഷ്, K R സുജ, അമ്പിളി സതീഷ്, K ശിവരാമൻ, രാജേഷ്, S അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് മികവ് നേടിയ പ്രതിഭകളെ പരിപാടിയിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വിദ്യാരംഗം കലാസാഹിത്യവേദി കൊല്ലം റവന്യൂ ജില്ലാ പ്രവർത്തനോദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് കവിതാ ശില്പശാലയും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളിയിലാണ് ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം നടന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദി കൊല്ലം റവന്യൂ ജില്ലാ പ്രവർത്തനോദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി. കവിതാ ശില്പശാലയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകത്തിന്റെ ചർച്ച അത് അടുത്ത വർഷം വിദ്യാർത്ഥികളിൽ ലഭിക്കത്തക്കവണ്ണമുള്ള വിഷയാവതരണവും അതിൻ്റെ സെമിനാറുമെല്ലാം തിരുവനന്തപുരത്ത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ 13 വർഷത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ
ഹയർ സെക്കൻഡറി തലം വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിത് ആമുഖമായി പറഞ്ഞത് ഈ പാഠഭാഗങ്ങൾക്ക് അനുരോധമായ വിധത്തിൽ നമ്മുടെ സ്കൂൾ ഫെസ്റ്റിവലുകൾ, സ്കൂളിലെ ഇതര പ്രോഗ്രാമുകൾ, അതുപോലെ ഇങ്ങനെ കലാസാഹിത്യവേദി പോലെ വിദ്യാർത്ഥികളുടെ സർഗപ്രപഞ്ചം വികസിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ പാഠപുസ്തകം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ആദരിക്കപ്പെടുന്ന ഒരു കുട്ടി ശ്രീമതി കുമാരി ഭദ്രഹരി നമ്മുടെ ജില്ലയിൽപ്പെട്ട കുട്ടിയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും അത് ഇപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തൊക്കെ പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ജില്ലയിൽ തന്നെ പറയേണ്ടി വരുമ്പോൾ അഭിമാനപരമായിട്ട് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ ഭദ്രഹരി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ലാൽ PI അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2025 അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ഗാനരചയിതാവ് ഭദ്രഹരിയെയും വിദ്യാരംഗം മുൻ ജില്ലാ കോർഡിനേറ്റർ അശോകൻ PKയും ആദരിച്ചു. കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂരിന്റെ നേതൃത്വത്തിൽ കവിതാ ശില്പശാലയും നടത്തി. കരുനാഗപ്പള്ളി AEO അജയ്കുമാർ, സ്കൂൾ പ്രഥമാധ്യാപിക P ശ്രീകല, സ്കൂൾ മാനേജർ L ശ്രീലത, ഭരണസമിതി പ്രസിഡന്റ് VP ജയപ്രകാശ് മേനോൻ, വിദ്യാരംഗം കൊല്ലം ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ VJ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രമോദ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ഉപജില്ലകളെ പ്രതിനിധീകരിച്ച് 250ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓടിക്കൊണ്ടിരുന്ന നാനോ കാറിന് തീപിടിച്ചു. ഡ്രൈവർ ഓടിയിറങ്ങി. പുനലൂർ കൊട്ടാവട്ടം റോഡിലാണ് സംഭവം. വാഹനം കയറ്റം കയറുന്ന സമയത്താണ് തീപിടിച്ചത്. ഓടിക്കൊണ്ടിരുന്ന നാനോ കാറിന് തീപിടിച്ചു. ഡ്രൈവർ ഓടിയിറങ്ങി. പുനലൂർ കൊട്ടാവട്ടം റോഡിൽ ചിയോട് എന്ന സ്ഥലത്തായിരുന്നു സംഭവം. വാഹനം കയറ്റം കയറുന്നതിനിടയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഡ്രൈവർ ഇറങ്ങി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. 2 ദിവസം മുമ്പ് വർക്ക്ഷോപ്പിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിറക്കിയ വാഹനത്തിനാണ് തീപിടിച്ചത്. ശനിയാഴ്ച രാവിലെ പെട്രോളും അടിച്ച് തിരികെ പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ട് സമഗ്ര കർമ്മ പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സുരക്ഷാമിത്രം കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കും. നൂറനാട്ട് അതിക്രമത്തിനിരയായ കുട്ടിയെ മന്ത്രി V ശിവൻകുട്ടി സന്ദർശിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഭാഗ്യചിഹ്നം. ഓഗസ്റ്റ് 30-ന് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി ജലോത്സവം. മാവേലിക്കരയിൽ കീച്ചേരിക്കടവ് പാലത്തിന്റെ വാർപ്പിനിടെ ഉണ്ടായ അപകടം. എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. കരാറുകാരനെ കരിം പട്ടികയിൽ ഉൾപ്പെടുത്തി. പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. തങ്ങളുടെ പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി K രാജൻ. ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.